പാലക്കാട് വടക്കന്തറയിൽ പര്യടനത്തിനിടെ യുഡിഎഫ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ തടഞ്ഞ സംഭവത്തിൽ ബിജെപിയെ രൂക്ഷമായി വിമർശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബിജെപി മറ്റുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നതിന്റെ സാമ്പിളാണ് പാലക്കാട് കണ്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പിഷാരടിയെ തടഞ്ഞത് തിരഞ്ഞെടുപ്പിൽ പ്രചാരണ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് യുഡിഎഫ്. ഈ സംഭവത്തിൽ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഡിവൈഎസ്പിക്ക് പരാതി നൽകി. ഇന്നലെ രാത്രി RSSന്റെ ശക്തി കേന്ദ്രമായ വടക്കന്തറയിൽ വെച്ചാണ് BJP കൗൺസിലർ സിന്ധു രാജന്റെ നേതൃത്വത്തിലുള്ള സംഘം UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ തടഞ്ഞുവെച്ചത്. വോട്ടർമാരെ കാണാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞാണ് സംഘം പിഷാരടിയെ തടഞ്ഞത്. സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രി അടക്കം BJPയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തി. മറ്റുള്ള സ്ഥലങ്ങളിൽ BJP നടപ്പാക്കുന്നതിന്റെ സാമ്പിളാണ് പാലക്കാട് നടന്നതെന്നും കേരളത്തിൽ വേരുറപ്പിച്ചാൽ എത്രത്തോളം ദോഷമുണ്ടാക്കുമെന്നതിന്റെ തെളിവാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കണ്ടില്ലേ BJPയുടെ അസഹിഷ്ണുതയുടെ രൂപം? പാലക്കാട് UDFന്റെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനാർത്ഥികളും പ്രചരണം നടത്തില്ലേ? ഏതെങ്കിലും ഒരു കൂട്ടർക്ക് മറ്റൊരു സ്ഥാനാർത്ഥി പ്രചരണം നടത്താൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? തടയാൻ പാടുണ്ടോ? ആ പിഷാരടിയെ തടഞ്ഞില്ലേ? ആക്രമിക്കാൻ ശ്രമിച്ചില്ലേ? BJP മറ്റുള്ളിടത്ത് കാണിക്കുന്നതിൻ്റെ ഒരു സാമ്പിൾ ഇപ്പോൾ പാലക്കാട് കാണിച്ചിരിക്കുന്നു. അതാണ് നാം കാണേണ്ടത്. കുത്തിത്തിരിപ്പുണ്ടാക്കാനും വെള്ളം കലക്കി മീൻ പിടിക്കാനുമാണ് BJP ശ്രമിക്കുന്നതെന്ന് രമേശ് പിഷാരടി പ്രതികരിച്ചു. BJP എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ കുത്തിത്തിരിപ്പുണ്ടാക്കുകയും അതൊരു യാതൊരുവിധ സ്ത്രീവിരുദ്ധതയും പറയാത്ത ഞാൻ സ്ത്രീവിരുദ്ധത പറഞ്ഞു, അതുകൊണ്ട് അമ്മമാർ തടയുന്നു എന്ന് പറയുന്നു. നോക്കൂ, ആ തടയുന്ന വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ അതേ വീഡിയോയിൽ ഒരു അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ റോഡ് അവരുടെ അല്ല മോനെ, നിങ്ങളൊന്ന് എൻ്റെ വീട് വരെ വരൂ എന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കുന്നത് കാണാം. അതുപോലെ അമ്മയാണല്ലോ. വോട്ട് ചോദിക്കാനുള്ള അവകാശം എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഉണ്ടെന്നും പാലക്കാട് സൗഹൃദ അന്തരീക്ഷം തകർക്കുന്ന പ്രവർത്തനം ഒരു മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുതെന്നും LDF സ്ഥാനാർത്ഥി NMR റസാഖ് പറഞ്ഞു. നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. പ്രത്യേകിച്ച് പാലക്കാടിന്റെ മണ്ണിൽ മാതിരിയുള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ല. പാലക്കാട്ടുകാരുടെ മനസ്സ് അങ്ങനെയുള്ളതല്ല. നിങ്ങളിൽ ഏത് പാർട്ടിയുടെ ആൾക്കാർക്കും അവരുടേതായ ഒരു ആദർശങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ആദർശങ്ങളിൽ നിൽക്കുക. അവർ പെട്ടെന്ന് അങ്ങനെ പോകുന്ന സംവിധാനം ഒന്നുമല്ല. അങ്ങനെയൊന്നും ആരും പേടിക്കേണ്ട. BJPയുടെ പ്രവൃത്തി പാലക്കാട്ടെ പ്രബുദ്ധരായ ജനങ്ങൾ കൃത്യമായി വിലയിരുത്തി തിരിച്ചടി നൽകുമെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു. പിഷാരടിയെ തടഞ്ഞത് തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ആയുധമാക്കാനാണ് കോൺഗ്രസ് തീരുമാനം. സംഭവത്തിൽ പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി DYSPക്ക് പരാതി നൽകിയിട്ടുണ്ട്. BJP കൗൺസിലർ സിന്ധു രാജന്റെ നേതൃത്വത്തിലുള്ള സംഘം പിഷാരടിയെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.